أعوذ بالله من الشيطان الرجيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. ഏറെ പ്രിയം നിറഞ്ഞവരെ, ഹിജ്റയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചത്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് അത് ഹിജ്റക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും നല്ല രൂപത്തിൽ ഈ മക്കയിൽ നിന്ന് പുറത്തെത്തിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ മദീനയിൽ മറ്റൊരു നാട്ടിൽ പ്രവേശിപ്പിച്ച് അവിടെ ഒരു സഹായമുള്ള ഒരു പവർ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ അതിൽ നിന്ന് വലിയ കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ പറഞ്ഞു ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ലെവലിൽ ഇസ്ലാമിനെ അതിൻ്റേതായ നന്മകൾ ചുറ്റുള്ള മനുഷ്യന്മാർക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിനൊരു പവർ വേണം. ആ പവർ ഉണ്ടാകുമ്പോഴാണ് ആ ഇസ്ലാമിൻ്റെ ഗുണങ്ങളും നന്മകളും ധാരാളമായിട്ട് ആളുകളിലേക്ക് ലഭിക്കുക എന്ന് പറയും. അത് ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം രൂപപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നന്മകളൊക്കെ മനുഷ്യന്മാർക്ക് കിട്ടുള്ളൂ. അത് ഹിജ്റയുടെ വലിയൊരു പാടാണ്. അതിനാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഒരു സിസ്റ്റത്തെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ചേഞ്ച് ചെയ്ത ഒരു സിസ്റ്റത്തിനകത്താണ് ഇസ്ലാമിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഹിജ്റ അത്തരമൊരു യാത്ര സാധ്യമാക്കിയത് വലിയ ത്യാഗങ്ങൾ കൂടിയാണ്. സാക്രിഫൈസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. പുതിയ കാലത്തൊക്കെ ഒരു മോശമായ ഒരു കാര്യമായിട്ടൊക്കെ ചിലർ വിചാരിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുക. അതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന കാലമാണ്. അവിടെയാണ് നമ്മൾ ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠം സാക്രിഫൈസ് കൂടിയാണ്. കാരണം ഹിജ്റ പോയ ആളുകൾക്ക് മുഹാജിർ എന്നാണ് പറയുക. ശരിക്കും ഹിജ്റ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ? ഹജറ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. വിട്ടുപോകുക, ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുപോകലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം പ്രോപ്പർട്ടികൾ, കച്ചവടങ്ങൾ, പ്രിയപ്പെട്ടവർ, ചുറ്റുപാടുകൾ, ജോലി ഒക്കെ വിട്ടിട്ട് പോവുകയാണ്. അതല്ല ഹിജ്റ. ഒരു ടൂറ് പോകുന്നതെന്നല്ലല്ലോ. നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. കാരണം എന്താ? നമ്മൾ 2 ദിവസം അടിച്ചു പൊളിക്കാൻ പോയിട്ട് തിരിച്ചിങ്ങോട്ടന്നെ വരാം എന്ന് പറയുന്ന ഇത് അങ്ങനെയൊന്നല്ല. ഇത് വീട് വിട്ടു പോവുകയാണ്. ആ വീട് ഇനി അവിടെ ഉണ്ടാവില്ല. അത് എനിക്ക് സ്വന്തമായിട്ടുണ്ടാവില്ല. അത് മറ്റുള്ളവർ കയ്യേറും. എൻ്റെ ബിസിനസ് വിട്ടു പോകണം, എൻ്റെ ജോലി വിട്ടു പോകണം, പ്രിയപ്പെട്ടവരെ വിട്ടു പോകണം. അപ്പോൾ ഭയങ്കര ഒരു സാക്രിഫൈസാണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടതെല്ലാം ഒഴിവാക്കിയിട്ട് വെറും കൈയോടുകൂടി ആളുകൾ പോവുകയാണ്. അതാണ് ഹിജ്റ. ലോക ചരിത്രത്തിലെ അത്രയും സാക്രിഫൈസ് ഉള്ള മറ്റൊരു കാര്യം കാണാൻ കഴിയില്ല. പല അനുഭവങ്ങളുണ്ട്. ചില സഹാബിമാരൊക്കെ, ഇപ്പോൾ സുഹൈബുർ റൂമി എന്ന് പറയുന്നൊരു സഹാബിൻ്റെ അനുഭവമൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സുഹൈബുർ റൂമി എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കച്ചവടം ചെയ്തു, കുറേ സമ്പാദ്യങ്ങളുണ്ടായി. അതിനിടയിൽ ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി, കച്ചവടമൊക്കെ വലുതായി, ധാരാളം സമ്പത്തൊക്കെ ഉണ്ടായി. അങ്ങനെ ഹിജ്റ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ സുഹൈബുർ റൂമിയും ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്താക്കി? അദ്ദേഹം അതുവരെയുള്ള കച്ചവടത്തിൻ്റെ സമ്പത്തൊക്കെ ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം മദീനയ്ക്ക് പോകാൻ തയ്യാറാവുകയാണ്. അപ്പോഴാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വരുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, സുഹൈബേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നിനക്ക് വേണമെങ്കിൽ ഈ നാട് വിട്ട് പോകാം. 2 ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നീ ഈ മക്കയിലേക്ക് വന്നപ്പോൾ വെറും കൈയോടെ വന്നത്. ഈ സമ്പത്തൊക്കെ നീ ഉണ്ടാക്കിയത് ഈ മക്കയിൽ വന്നിട്ടാണ്. അതുകൊണ്ട് നിനക്ക് ഈ സമ്പത്ത് അനുഭവിക്കണമെങ്കിൽ ഈ മക്കയിൽ തന്നെ ജീവിക്കണം. ഇവിടെ ജീവിച്ചിട്ട് ഈ സമ്പത്തൊക്കെ അനുഭവിച്ച് ഇവിടെ ജീവിച്ചോ. അല്ല, നിനക്കിവിടുന്ന് പോകണം എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നിനക്ക് പോകാം. പക്ഷേ ഇതിൽ നിന്നൊരു ചില്ല് കാശ് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത് ഈ മക്കയിൽ നിന്ന് ഉണ്ടാക്കിയ സമ്പത്താണ്. സുഹൈബുർ റൂമിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സുഹൈബുർ റൂമി അതുവരെ നേടിയെടുത്ത എല്ലാ സമ്പത്തും അവിടെ വിട്ടിട്ട് അദ്ദേഹം വെറും കൈയോടുകൂടി കാൽനടയായി പോവുകയാണ് ഹിജ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞിട്ട് പറയുന്നുണ്ട്, റബിഹ സുഹൈബ്. സുഹൈബ് ലാഭം നേടിയ കച്ചവടക്കാരനാണ്. ശരിക്കും നോക്കിയാൽ ഭയങ്കര നഷ്ടമല്ലേ? എത്രയോ കാലത്തെ അധ്വാനം, സമ്പത്തൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ ഇട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഇസ്ലാമിനൊരു മാനദണ്ഡമുണ്ട്, അളക്കാനുള്ളൊരു മാനദണ്ഡമുണ്ട്. അതെന്താ? അത് ഭൗതികമായ അളവുകോലല്ല. കാരണം അള്ളാൻ്റെ അടുക്കൽ
ആ സമ്പാദിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി സുഹൈബ് റൂമി നേടി. കാരണം എന്താ? പടച്ചോൻ്റെ വഴിയിൽ അതെല്ലാം ഒഴിവാക്കി പോവാണ്. അതിന് എത്രയും കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു സുഹൈബ് റൂമിക്ക് നൽകുകയാണ് അതിലൂടെ. അത് ലാഭമുള്ളൊരു കച്ചവടമാണ്. അപ്പോൾ നമ്മൾ ഭൗതിക ലോകത്തെ കാര്യങ്ങൾ കാണേണ്ടത് അങ്ങനെ കൂടിയാണ്. നമ്മൾ ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, അതിനപ്പുറം നമുക്ക് പരലോകത്ത് അതെങ്ങനെ നേട്ടമുണ്ടാകും എന്നതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ വലിയ ത്യാഗം എല്ലാ സഹാബിമാരും, ഹിജ്റ പോയ എല്ലാവരും ത്യാഗം സഹിച്ചവരാണ്. അതാ യാത്രയുടെ ത്യാഗം മാത്രമല്ല, അതിനേക്കാൾ വലുത് അവരുടേതായ എല്ലാം വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. ഇനി മറ്റൊരു ത്യാഗം നമുക്ക് കാണാം. മദീനയിൽ ഇവരൊക്കെ എത്തി. എത്തിയപ്പോൾ എന്താ ഉള്ളത്? വീടില്ല, അവർക്ക് സ്വന്തമായി സ്ഥലമില്ല, അവർക്ക് കുടുംബക്കാരില്ല, പ്രിയപ്പെട്ടവരില്ല, ജോലിയില്ല, വരുമാനമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് മദീനയിലേക്ക് അവരെത്തുന്നത്. പക്ഷെ അവിടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗം അറിയപ്പെടുന്നത് അൻസാറുകൾ എന്നാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സഹായികൾ എന്നാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ഹിജ്റ ചെയ്ത് എല്ലാം വിട്ടേച്ച് പോന്നവർ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ അവരെ സഹായിച്ചവർ എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള മദീനയിലുള്ള വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ പറഞ്ഞു, ഈ മക്കയിൽ നിന്ന് വന്നവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് കൂടി പകുത്ത് നൽകുക. അങ്ങനെ ആ മദീനയിലുള്ള അൻസാറുകൾ എന്ത് ചെയ്തു? അവരുടെ സമ്പത്തിൽ നിന്ന് പകുതി അവർക്ക് കൊടുത്തു. അവരുടെ വീടുകളിൽ അവർക്ക് താമസ സൗകര്യമൊരുക്കി അവരുടേതായ എല്ലാം അവർക്ക് വീതം വെച്ച് നൽകുകയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു സാഹോദര്യം, ഒരു ബ്രദർഹുഡ് നമുക്കവിടെ കാണാൻ കഴിയും. അത് ഒരു ചരിത്രമായിരുന്നു. ആ രൂപത്തിൽ അൻസാറുകളുടെ അതും വലിയൊരു ത്യാഗമാണ് അല്ലേ? കാരണം നമ്മൾക്ക് അതുവരെ പരിചയമില്ലാത്ത ആളുകൾ വരിക, അവർക്ക് നമ്മൾ അതുവരെ നേടിയ സമ്പത്തുനിന്നൊരു വിഹിതം അവർക്ക് കൊടുക്കുക, നമ്മുടെ വീട്ടിൻ്റെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കുക. അതത്ര പെട്ടെന്ന് സാധിക്കുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അത് സംഭവിച്ചു. കാരണം അത്രയും വിശാലമായ മനസ്സ് അവർക്കുണ്ടായത് ഇസ്ലാമിൻ്റെ ആശയം ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അവർക്ക് ഈ ലോകത്തിനേക്കാൾ അപ്പുറം പരലോകമാണ്. അവർക്ക് എല്ലാ ഭൗതികമായ നേട്ടത്തേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയമാണ്. അങ്ങനെ വലിയ സാക്രിഫൈസ് ഹിജ്റയുടെ ചരിത്രത്തിലുണ്ടാവും. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ വിജയിപ്പിക്കണം, ഈ നന്മകൾ ഇവിടെ ഉണ്ടാക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നല്ല ആസൂത്രണം വേണം, നല്ല പ്ലാനിങ് വേണം, നല്ല തവക്കുൽ വേണം, നല്ല സാക്രിഫൈസിൻ്റെ മൈൻഡ് വേണം. ഒരു റിസ്ക് എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ അനീതികൾക്കെതിരെ, ഇവിടുത്തെ തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കാൻ തീരുമാനിച്ചാൽ, നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നമുക്കെതിരെ ഭരണകൂടം കേസെടുക്കും, പല ആളുകളെയും ജയിലിലടക്കും, പല രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ടാവും. അതൊക്കെ പേടിച്ചിട്ട് എന്നാൽ ഞാൻ അനീതിക്കെതിരെ ഒന്നും മിണ്ടൂലാൻ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഇസ്ലാം എത്തൂല. കാരണം സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും എല്ലാം അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുക്കാൻ സന്നദ്ധമായ ഒരു വിഭാഗം നമ്മളുടെ മുൻഗാമികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ഇസ്ലാം വിജയിച്ചതും നമ്മളിലേക്ക് ഇത് എത്തിയതും. അതുകൊണ്ട് നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാക്രിഫൈസുകളാണ് വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാനും ഈ നന്മകൾ കൈമാറാനുള്ള അവസ്ഥ ഉണ്ടാക്കുക. ഹിജ്റ ആ അർത്ഥത്തിൽ വലിയൊരു വിജയമായിരുന്നു. കാരണം ഇസ്ലാം വലിയ അർത്ഥത്തിൽ വളർന്നു, വികസിച്ചു. ആലോചിച്ച് നോക്കുക, മക്കയിൽ നിന്ന് 13 കൊല്ലം മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുത്തിട്ട് ആകെ കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് കിട്ടിയുള്ളൂ. അതിൻ്റെ കണക്കുകളൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്, 500-ൽ താഴെയാണ് ആളുകൾ, 500-ലും 300-ലൊക്കെ താഴെ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്നാൽ മദീനയിലേക്ക് വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവുകയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യുന്നുണ്ട്, വജ്ജത്തുൽ വിദാ. അതിൽ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ എണ്ണം പറയുന്നത് 1,25,000 ആൾക്കാരെന്നാണ്. അതായത് 13 കൊല്ലം മക്കയിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തിയിട്ട് ആകെ 500 ആളെ കിട്ടിയതെങ്കിൽ മദീനയിലേക്ക് എത്തിയിട്ട് 10 കൊല്ലത്തിൻ്റെ ഇടയിൽ 1,25,000. ഇതെങ്ങനെ ആയത്? മദീന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അനുഭവിക്കാനുള്ളൊരു ഇടമായിട്ട് മാറി. അവിടെ ഇസ്ലാമിൻ്റെ നന്മകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ഇസ്ലാം എന്താണെന്ന് പ്രസംഗിച്ചിട്ടും എഴുതിയിട്ടല്ല ആളുകൾക്ക് മനസ്സിലായത്, ആളുകളുടെ ജീവിതത്തിലൂടെ, അനുഭവത്തിലൂടെ മനസ്സിലായി. എല്ലാ നന്മകളും അവിടെ പൂത്തുലഞ്ഞു. ഏറ്റവും നല്ല സമൂഹം അവിടെ രൂപപ്പെട്ടു. ഏറ്റവും നല്ല രീതിയിൽ നീതി അവിടെ ഉണ്ടായി, നന്മ അവിടെ ഉണ്ടായി, ഏറ്റവും നല്ല കുടുംബങ്ങളുണ്ടായി, ഏറ്റവും നല്ല സമൂഹം ഉണ്ടായി, ഏറ്റവും നല്ല കച്ചവടം ഉണ്ടായി, ഏറ്റവും നല്ല ഭരണാധികാരികൾ ഉണ്ടായി, ഏറ്റവും നല്ല ആരാധന അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന അന്തരീക്ഷം ഉണ്ടായി, ഏറ്റവും നല്ല ബന്ധങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് മദീന രൂപപ്പെട്ടു. അത് ഉണ്ടാക്കിയത് ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെയാണ്
ഒരു വർഷം കണക്കാക്കുന്ന ഒരു ചർച്ച വന്നപ്പോൾ ഹിജ്റ മുതൽ കണക്കാക്കാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കാൻ കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ആ ഹിജ്റയാണ്. ഹിജ്റയോടുകൂടിയാണ് ഇസ്ലാം മറ്റൊരർത്ഥത്തിലേക്ക് എത്തിയത്. അതിലൂടെയാണ് വലിയ അർത്ഥത്തിൽ വികസിച്ചത്. അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും സ്വപ്നവും പ്ലാനിങ്ങും സാക്രിഫൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ മുഹറം മാസത്തിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, പുതിയ ഹിജ്റ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ നന്മകളും നമ്മളുടെ ജീവിതത്തിൽ, ആ പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.